ഇത് ഞങ്ങളുടെ പഴയ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പേ പിടിച്ച മാക്കറൽ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഞങ്ങൾ ആക്ച്വലി സീ സൈഡിൽ നടക്കാൻ വേണ്ടി പോയതാണ്. ഇത് കവറിനകത്ത് മീൻ കിടക്കുന്നുണ്ട്, 2-3 കിടപ്പുണ്ട്. ആക്ച്വലി ഞങ്ങൾ നടക്കാൻ പോയതാണ് സീ സൈഡിൽ കൂടെ. അച്ചാച്ചൻ ഫിഷിങ്ങിന് നിൽക്കുന്ന അച്ചാച്ചൻ്റെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഫിഷിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് പോയതല്ല. അപ്പോൾ സീ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് പോയപ്പോഴത്തേക്കും അച്ചാച്ചൻ നോക്കിയപ്പോൾ കുറേ മാക്രലുകൾ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു അവിടെ, അയല മീനുകൾ. അപ്പം വിചാരിച്ചു ഇന്ന് നല്ല മീനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അന്നപ്പം തന്നെ വീട്ടിൽ പോയി ഫിഷിംഗ് റോഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളവിടെ നിർത്തിയിട്ട് പോയി എടുത്തുകൊണ്ട് വന്ന് അച്ചാച്ചൻ അന്നപ്പോൾ ഫിഷിങ് തുടങ്ങിയതാണ്. അച്ചാച്ചന് ഫിഷിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയും, സീയിൽ ഒറ്റ മീനുണ്ടെങ്കിൽ അത് അച്ചാച്ചൻ്റെ ഫിഷിങ്ങിൻ്റെ റോഡിൽ അത് ആകപ്പെടത്തുള്ളൂ. ഇത് കണ്ടോ, അയല ഒറ്റപ്പെടുത്തത്തിന് 5-6 ഒരുമിച്ച് വന്നു. അതാണ് ഈ അയലയുടെ പ്രത്യേകത. നമ്മളിടുമ്പോഴത്തേക്കും 5-6 ഉള്ള 5 ആണെന്ന് തോന്നുന്നു കേട്ടോ മാക്സിമം. അതാണ് മാക്സിമം. അത് ഉണ്ടെങ്കിൽ ഫുള്ളകത്തെ ഇങ്ങനെ എന്താ പറയുന്നത് ഉടക്കും. എന്നിട്ട് എടുത്തിട്ട് തന്നെ അടുത്ത പിന്നെ അന്നപ്പോൾ തന്നെ ഇടുക അടുത്തത്. കാരണം അയല വരുമ്പോൾ കൂട്ടത്തോടെയാണ് വരുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, ഇടുക എടുക്കുക. ഭയങ്കര രസമാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ട് എളുപ്പം നമുക്ക് എടുക്കാം. ഇത് അടുത്ത പിന്നെ സെറ്റ് ഇടുകയാണ്. ഞങ്ങളന്ന് കുറേ അയല പിടിച്ചെന്ന് ഞങ്ങൾ ഫിഷിങ് ചെയ്ത് മടുത്ത്. എൻ്റെ അനിയത്തിയും ഫാമിലിയും വിസിറ്റിങ്ങിന് ഇവിടെ വന്ന സമയമായിരുന്നു UK. അതുകൊണ്ട് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവരാണ് കൂടെ നിൽക്കുന്നത്. കുറേ മീനെ പിടിച്ചോട്ടോ. അതൊരു ഭയങ്കര 1-1.5 അയല പിടുത്തമായിരുന്നത്. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ ഈ അയലയ്ക്ക്. നമ്മൾ പിന്നെ ഈ അയലയൊക്കെ ഇങ്ങനെ കഴിച്ചാൽ പിന്നെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കത്തേ ഇല്ല. എൻ്റെ പൊന്നെ, ഈ ഫ്രഷായിട്ട് കിട്ടുന്ന അയലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഗ്രില്ല് ചെയ്യാനും വറക്കാനും പീര വെക്കാനും ഒക്കെ നല്ലതാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് അയല വരുന്നു. അതുകൊണ്ട് 3-4 ഒരുമിച്ച് അകത്തേൽ ഉടക്കിയിട്ടുണ്ട്. അടുത്തത് എന്താ അല്ലേ, കുറേ അയല പിടിച്ചെന്ന്. നല്ല ഒരു ചാകരയായിരുന്നു അന്ന്. അങ്ങനെ അത് എല്ലാവരും എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. കണ്ടോ.